ഈ സ്റ്റെപ്പ് മാത്രമാണ് ശരി, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാല് വെച്ച് കയറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചവിട്ടി കയറണം, അദ്വൈതത്തിൽ എത്താതെ രക്ഷപ്പെടില്ല. പല കുടുംബങ്ങളിലും ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസും ഇങ്ങനത്തെ വിഷയങ്ങളും വരുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ബോധവൽക്കരണം വന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിപ്പോൾ നായർ സമുദായത്തിലൊക്കെ ഉണ്ടത്. മിക്ക ക്ഷേത്രങ്ങളിലെയും അർച്ചകന്മാർക്ക് ലങ്ങിന് ക്യാൻസർ വരുന്നുണ്ട്. കാരണം എന്താ, ഈ ചന്ദനത്തിരി പുക വലിയൊരു വിഷയം. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പിടിച്ചു, എൻ്റെ കുട്ടി എന്തിനാ നീ ചെളിയിൽ നമസ്കരിച്ച് നീ ഇവിടെ പഠിക്കണമെന്ന് വെച്ചു. അല്ല, ഞാൻ ഇന്നിവിടെ അഡ്മിഷൻ വന്നതാണ്. അച്ചടക്കമുള്ളൊരു പുരുഷന് ബീജശുദ്ധി ഉണ്ടാവും, അച്ചടക്കമുള്ളൊരു സ്ത്രീക്ക് അണ്ഡത്തിന് ശക്തി ഉണ്ടാവും. അപ്പോൾ ഈ അദ്വൈത പഠിപ്പിക്കുന്നതും അത്തരം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതും ആധുനിക നമ്മൾ വർത്തമാന കാലത്തെ ഭൗതിക ഇതില് നമ്മൾ ചെയ്യുന്ന ക്ഷേത്രാരാധനയും തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല. ഒരു വൈരുദ്ധ്യവും ഇല്ല. എൻ ഗോൾ ഇതിലേക്ക് എത്തുള്ളൂ. എല്ലാം വേണം നമുക്ക് വിശിഷ്ടാദ്വൈതം വേണം, ദ്വൈതം വേണം, അദ്വൈതം വേണം. ഒന്നിനോട് തമ്മിൽ തല്ലാനുള്ളതല്ല. ഇതൊക്കെ സ്റ്റെപ്പുകളാണ്. നമ്മളൊരു കെട്ടിടത്തേക്ക് കയറി പോകുമ്പോൾ ഒരു 3 സ്റ്റെപ്പോ 4 സ്റ്റെപ്പോ ഉണ്ടെങ്കിൽ ആ 4 സ്റ്റെപ്പിന്റെ ഒരു പടി കയറി നിന്നിട്ട് ഈ സ്റ്റെപ്പ് മാത്രമാണ് ശരി, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാല് വെച്ച് കയറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചവിട്ടി കയറണം, അദ്വൈതത്തിൽ എത്താതെ രക്ഷപ്പെടില്ല. അതിനിപ്പോ ശങ്കരനെ വെറുത്തിട്ടോ ശങ്കരനെ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് അതിനു മുമ്പുള്ളവർ തെളിയിച്ചത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ മധ്വൻ പറഞ്ഞതാണ് ശരി, ശങ്കരൻ പറഞ്ഞതാണ് ശരി എന്നൊക്കെ ഈ അടികൂടുന്നവർ വെറുതെ സമയം കളയുക. ഇതിന്റെ അപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഈ വഴി. അപ്പൊ ഇവരാരും അതായത് ഇപ്പൊ നമ്മളൊക്കെ വെറും സാധാരണക്കാരാണ്, ഭൗതിക ജീവിതത്തിലുള്ളവരാണ്. നമുക്ക് പോലും മനസ്സിലാവുന്ന ഈ കാര്യത്തില് ഇത്രയും ഇതിലേക്ക് ആഴത്തി സഞ്ചരിച്ച ആൾക്കാർ തമ്മിൽ വലിയ അടിയും വഴക്കും ഉണ്ടായിട്ടുണ്ട്. മാധവാചാര്യനെ വെച്ചും ശങ്കരാചാര്യനെ വെച്ചും ശൈവ വൈഷ്ണവ ആരാധനാ സമ്പ്രദായങ്ങൾ വെച്ചും ഒക്കെ ഇത്രയും വലിയ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ടുണ്ടാവുന്നു? അത് മനുഷ്യന്റെ വാസനകളുടെ ബലമാണ്. അതായത് എൻ്റെ വീടിന്റെ അയൽക്കാരൻ ഞാനുമായിട്ട് അതിർത്തി തർക്കമുണ്ട്, അവൻ വേറൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർഗീയതകളെ പിന്നെ അതാണ് വർഗീയതകളെ വന്ന് പ്രോബ്ലം. നമ്മൾ അധികാരം, പണം, ലാൻഡ് ഇതുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളിൽ വരുന്നതാണ്. അതീശത്വത്തിന്റെ വിഷയങ്ങളാണ്. പഴയ കാലങ്ങളിൽ ഇപ്പം കേരള ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന അവർ ചെയ്തിരുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടെക്നിക്ക് ഉണ്ട്. അവരൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവർ ആ ഇല്ലപ്പേര് ആ സ്ഥലത്തിന്റെ പേരിടും. ഓക്കെ, ഇന്ന് അവർ പറയും ഞങ്ങളുടെ ഇല്ലത്തിന്റെ പേരാണ് ഈ സ്ഥലത്തിന് മൊത്തം. ശരിക്കും ആ സ്ഥലത്തിന്റെ പേര് ഇല്ലപ്പേരാകും. അങ്ങനെയാണ് ആ ഡൊമൈൻ അവർ പിടിക്കുക. ഞാൻ അവരെ വിഷമിപ്പിക്കാനോ അപമാനിക്കാനോ അല്ല പറഞ്ഞത്, അതായിരുന്നു രീതി. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് അന്നത്തെ കോണ്ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കാൻ നോക്കും. നമ്മൾ ശരിക്കും ഈ നമ്പൂതിരിമാരുടെ അവരുടെ ഈ ഒരു കടന്നുവരവ് അത് ശരിക്കും കേരളത്തിലെ ആധ്യാത്മിക തനതായ അന്ന് നിലനിന്ന ആധ്യാത്മിക പാരമ്പര്യത്തിന് വലിയ ദോഷം ചെയ്തു. ഒരു വലിയ പരിധിയോളം തകർത്ത് കളഞ്ഞു. ക്ഷേത്രങ്ങളും അന്ന് ക്ഷേത്രങ്ങളില്ല, വിശ്വാസ കേന്ദ്രങ്ങളെല്ലാം ഇവർ തകർക്കുകയും അവരുടേതായ രീതി അതിനെ വളരെയധികം മോഡിഫൈ ചെയ്തു. അത് പലതരത്തിലും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എഴുത്തച്ഛനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ആ വിഭാഗത്തിൽ നിന്നാണ് ആൾക്കാർ. എന്നാൽ എഴുത്തച്ഛനെ രക്ഷിക്കാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തച്ഛനെ നമുക്ക് ജീവനോടെ കിട്ടാൻ കാരണം, ആധ്യാത്മരാമായണം കിട്ടാൻ കാരണം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. അപ്പൊ ഇത് ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ അധികാരത്തിന്റെയോ വിഷയമല്ല, വ്യക്തികളിലുള്ള വാസനയുടെ പ്രശ്നങ്ങളാണ്. കളങ്കമുള്ളവർ കുഴപ്പമുണ്ടാക്കും ഏത് സെക്ടറിലാണെങ്കിലും. ഇന്നിപ്പോ സത്യം പറഞ്ഞു എനിക്ക് പലപ്പോഴും തോന്നുന്നു ഏറ്റവും ജാതി പറയുന്നത് പണ്ട് ജാതീയതയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആൾക്കാർ, ജാതി വിരോധം അങ്ങനെയാണ് കൂടുതൽ പറയാറ്. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും പല കേസുകളിലും എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുദേവനെയോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സദാനന്ദ ഗുരുവോ അങ്ങനെയുള്ള വാഗ്ഭടാനന്ദ സ്വാമിയോ അങ്ങനെയുള്ളവരുടെ ശിഷ്യ പരമ്പരകൾ എന്ന് പറയുന്നവർക്ക് ആർക്കും അവരുടെ ഉപാസനയെക്കുറിച്ചോ അവരുടെ മഹത്വത്തിനെക്കുറിച്ചോ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയിൽ അറിയില്ല. അവരുടെ യഥാർത്ഥ ഉപാസന എന്താ, അവരുടെ ചൈതന്യം എന്താ, അവരെന്താണ് ആ കോറിൽ എഴുതിയിട്ടുള്ള അന്തസത്ത, അത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അവിടെ അവർ നോക്കുന്നത് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്ന ഒരു ആനുകൂല്യങ്ങളോ ഇന്ന സ്ട്രക്ചറുകളിലോ നിൽക്കാനുള്ള ഉപാധികൾ മാത്രമായിട്ട് അവരെ ചുരുക്കി കളഞ്ഞു. പക്ഷെ അവർക്ക് ഈ ഉണ്ട് എന്ന് പറയുന്ന ഈ വൈരാഗ്യം, ആ വൈരാഗ്യത്തിന് ഒരു കാരണം ഒരു കാലത്ത് അവരനുഭവിച്ച വലിയ തോതിലുള്ള സാമൂഹിക ഡിസ്ക്രിമിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു ആധ്യാത്മിക പാരമ്പര്യം അവരുടേതായ ഉണ്ടായിരുന്നു. അതും തകർത്ത് കളഞ്ഞില്ലേ? അത് പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈഴവ സമുദായത്തിൽ തന്നെ അവരുടെ തനത് ദേവതകളെ ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ ചെറുപ്പക്കാരുടെ. അതായത് അവർക്ക് ചില ദേവതകൾ ഉണ്ടായിരുന്നു, ഇപ്പം നാടൻ പേരുകളുള്ള ദേവതകളുണ്ട്, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരം ദേവതാ സങ്കല്പങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മൂലം, ചെമ്പഴുക്ക,
എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവതകൾ മഹാലക്ഷ്മിയുടെ സ്വഭാവമാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതൊക്കെ തനത് ദേവതകൾ, ബലി സ്വീകരിച്ചിരുന്ന ദേവതകൾ. ഗുരുദേവന്റെ വരവിന്റെ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈദികവൽകൃതമാവുക ചെയ്തു അവരുടെ രീതികൾ. ഹോമം വന്നു, മന്ത്രം വന്നു, ചിട്ടയായിട്ടുള്ള ജപ. ഇപ്പൊ നായർ സമുദായത്തിലും നീലാണ്ട തീർത്ഥപാദസ്വാമികൾ ഈ എന്താ പറയുക മലക്ഷത്രിയ ആചാര പദ്ധതി എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയെങ്കിലും ഗുരുദേവന് പ്രചരിപ്പിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ പോലെ ഇതിന് സാധിച്ചില്ല. കുറേയൊക്കെ NSSന്റെ ഒക്കെ സിസ്റ്റങ്ങളിലേക്ക് അത് എടുത്തിട്ടുണ്ട് തോന്നുന്നു എൻ്റെ അറിവിൽ. പക്ഷെ ഈ ഈഴവ സമുദായത്തിൽ അത് ശക്തമായിട്ട് നടപ്പിലാക്കാൻ ഗുരുദേവന് സാധിച്ചു. പക്ഷെ അതിൻ്റെ എന്താ പറയുക ഭാഗമായിട്ട് അവരുടെ തനത് ആരാധനകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഒരു ചിന്താഗതി വന്നിട്ടുള്ളത് കൊണ്ട് ചില ചെറുപ്പക്കാരതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഈ തനത് ആരാധനകളെ വളരെയധികം പൊക്കിക്കൊണ്ട്, കാരണം കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പല കുടുംബങ്ങളിലും ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസും ഇങ്ങനത്തെ വിഷയങ്ങളും വരുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ബോധവൽക്കരണം വന്നു തുടങ്ങി കഴിഞ്ഞു. അതിപ്പോൾ നായർ സമുദായത്തിലൊക്കെ ഉണ്ടത് തനതായിട്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ തനത് ദേവതകളെ പലതും അവർ അസിമുലേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടേതായിട്ട്. ഈ രക്തേശ്വരി അങ്ങനെയാണ്, വേട്ടേക്കരൻ. അതായത് രണ്ട് തരത്തിലാണ് നമ്മളൊരു അധിനിവേശം നടക്കുമ്പോൾ ചെയ്യുക. ഒന്നുമില്ല വിൽ ട്രൈ ടു അറ്റാക്ക് ആൻഡ് ഡിസ്ട്രോയ് ഇറ്റ്, അതർവൈസ് വിൽ അസിമുലേറ്റ് ഇറ്റ്. കൊറ്ററവൈ കാളിയായി, ദുർഗയായി, രക്തേശ്വരിയായി, ഇങ്ങനെയായി മാറുകയാണ്. അതിൻ്റെ പിരിവുകളാണ്, അതിൻ്റെ മാന്ത്രിക പിരിവുകളിൽ അത് വരും. വേട്ടേക്കാരനെ തോട്ടാൻ പറ്റുന്നില്ല. വേട്ടേക്കാരനെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ ആ ചൈതന്യത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അത്ര തീവ്ര ചൈതന്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി, അത് അനവധി നമ്പൂതിരി കുടുംബങ്ങളുടെ പരദേവതയായിട്ട് മലബാറിലത് വേട്ടക്കുരുമാൻ വളരെ ശക്തമായിട്ട് ഉണ്ട്. ശിവന്റെ തന്നെ കേരളീയമായ ഒരു സങ്കല്പമാണ്, വളരെ കേരളീയ ഒരു ബോർഡർ ലൈൻ എന്ന് പറയാം ശരിക്ക്. അതായത് ഇപ്പൊ ഗൂഡല്ലൂർ നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്പോലക്കോട്ട എന്ന് പറയും. പിന്നെ ബാലുശ്ശേരിയാണ് ശരിക്ക് ശനിയെ പ്രതിനിധീകരിക്കുന്ന ഗുരുസ്ഥാനമാണ് ശരിക്ക്. കേരളത്തിലെ ശനിക്ഷേത്രം ഏതാ ചോദിച്ചാൽ ശരിക്കും ബാലുശ്ശേരി കോട്ടയാണ്. ശനിക്ക് തുല്യമാണ്. കാരണം ശനി അടിച്ച് പഠിക്കുക, ടാസ്ക് മാസ്റ്റർ ആണല്ലോ. ഗുരുവാണ് വ്യാഴം എന്നുണ്ടെങ്കിലും വ്യാഴത്തിനെക്കാട്ടിലും വലിയ ഗുരുവാണ് ശരിക്കും ശനി. ജീവിതത്തിൽ നമ്മളെ പാഠം പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ്. നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളതിൻ്റെ ശമ്പളം മുഴുവൻ തരുന്നത് അദ്ദേഹമാണ്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിവാഹം, വാഹനം, വീട്, അതേപോലെ ഉപദേശം, ആധ്യാത്മികമായിട്ട് ഇതിന് 4 ശനിയുടെ ടച്ച് ഇല്ലെങ്കിൽ വരൂല. എന്തെങ്കിലും തരത്തിൽ അപഹാരമായിട്ടോ എവിടെങ്കിലും മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് തന്നിട്ട് പോകുന്നത്. നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളുടെ വൈവിധ്യം കൂടുതലാണ്. 1-2 കാര്യങ്ങളിലൂടെ അങ്ങ് നേരത്തെ പറഞ്ഞ ഈ തന്ത്ര സമുച്ചയം വന്നതോടുകൂടി കേരളത്തിലെ ക്ഷേത്ര ആരാധന സമ്പ്രദായത്തിൽ ഒരു വലിയ മാറ്റം വന്നു. അത് അത്ര പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞു. അതായത് അത് ഈ കാരണം കൊണ്ടാണ്. അതായത് ദേവതകളുടെ കോർ ആഭരണാദി പൂജകൾ അതിനെ ഒരു ടെംപ്ലേറ്റ് ആയതിന്റെ വിഷയം ബാധിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ വന്ന രണ്ടാമത്തെ കാര്യം, ഈ ക്ഷേത്ര ചൈതന്യത്തിന് ലോപം സംഭവിക്കുക, ചൈതന്യ ദോഷം സംഭവിക്കുന്നതിന് മറ്റൊരു കാരണം അവിടുത്തെ ദ്രവ്യശുദ്ധി കൂടാണ്. അതായത് ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പരിശുദ്ധി. ആ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പോലും കാര്യമായ ചർച്ചയാകുന്നില്ല. പക്ഷെ കേരളത്തിൽ വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പൂജാദ്രവ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ബോധവൽക്കരണം എന്നുള്ളതിലൊക്കെ ഉപരി നമുക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ തോന്നില്ല. പക്ഷെ അത് നടക്കുന്നുണ്ട്. കാരണം ഒരു ബിസിനസ് കൺസേൺ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും. ഉദാഹരണത്തിന് ഞാനൊരു സംഭവം പറയാം. എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിൽ കണ്ടൊരു കാര്യമാണ്. കേരളത്തിലൊരു മഹാക്ഷേത്രത്തിൽ ചന്ദനം കരാറ് കൊടുക്കുന്ന ആൾ വളരെ മോശം ക്വാളിറ്റി ചന്ദനം കൊടുത്ത് ആ വ്യക്തിയെ അതിൻ്റെ ഭരണസ്ഥാനത്തിരിക്കുന്ന ആൾ വിളിച്ചു വരുത്തിയിട്ട് ശാസിക്കുന്ന സമയത്ത് ഞാൻ യാദൃശ്ചികമായിട്ട് അവിടെ ഉണ്ടാവാനിടയിൽ. അന്ന് അദ്ദേഹം ചോദിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഈ ഭരണസ്ഥാനത്തിരിക്കുന്ന ആൾ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആണ്. കുട്ടികൾ എത്രയുണ്ട്? ചെറിയ കുട്ടിക്ക് ഇത്രയും. ചെറിയ കുഞ്ഞ് അതൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കില്ലേ? കഴിക്കും. കുറച്ച് വിഷം കൊടുക്കുമോ? അയാൾ ഞെട്ടി. കരാറുകാരൻ, സാർ എന്താ അങ്ങനെ പറഞ്ഞത്? എടോ, താൻ തൻ്റെ കുട്ടിക്ക് വിഷം കൊടുക്കുമോ? ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ നിൻ്റെ കുഞ്ഞിന് വിഷം കൊടുക്കൂല, ഭഗവാന് നീ കൊടുക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ വെളുത്തു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അത്ര മോശം ക്വാളിറ്റി മെറ്റീരിയലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അത് കൊടുത്ത് ആ മനസ്സിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. നിനക്ക് അത് നിന്റെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നോ? അവിടെ അങ്ങനെ വരണ സ്ഥലത്ത് അവിടെ ബിസിനസ് ഇല്ല. കാരണം പണ്ടും മനുഷ്യർ കച്ചവടം ചെയ്തിട്ടുണ്ട്.
ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ കളർഫുള്ള കൊടുത്തിട്ടില്ലല്ലോ, അവരും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുള്ളതാണ്. എണ്ണ ഇപ്പം എല്ലാവരും വിളക്കെണ്ണ പറയുന്നുണ്ട്, അത് പോട്ടെ. നമ്മുടെ ചന്ദനത്തിരികളിൽ 99% റെസിൻസാണ്. മിക്ക ക്ഷേത്രങ്ങളിലെയും അർച്ചകന്മാർക്ക് ലങ്ങിന് ക്യാൻസർ വരുന്നുണ്ട്. കാരണം എന്താ? ഈ ചന്ദനത്തിരിയുടെ പുക വലിയൊരു വിഷയം. വിളക്കെണ്ണ പറയണ്ട. ചുറ്റുവിളക്ക് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മൃഗങ്ങളടക്കം മനുഷ്യനടക്കം, ഇപ്പോൾ ആനയാണെങ്കിലും എഴുന്നള്ളിപ്പിൻ്റെ ആനയാണെങ്കിലും മനുഷ്യനാണെങ്കിലും, കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ ഈ മാസ്ക് ഇട്ട് നടക്കുന്ന സമയത്ത് അമ്പലങ്ങളിൽ ഒരു വിളക്ക് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് അത് നോക്കിയാൽ അതിലൊരു പാട പോലെ ഉണ്ടാവും. ഇതാണ് നമ്മൾ അല്ലെങ്കിലും വലിച്ച് ലങ്സിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ടിരുന്നത്. ഇനി പുഷ്പങ്ങളുടെ കാര്യത്തിൽ വലിയ അശുദ്ധികളുണ്ട്. ഉപയോഗിക്കുന്ന അരി, ചന്ദനം തന്നെ പൊടിച്ചിട്ടുള്ള ഈ സിന്തറ്റിക് പോലുള്ള പെട്ടി കിട്ടുന്ന ചന്ദനം അരച്ചു കൊടുക്കുന്ന, വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന, ഇത് സ്കിന്നിലിടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇത് തൊലി എന്ന് പറഞ്ഞാലും ആഗിരണം ചെയ്യണതാണ്. ഇതും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് കയറുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും വിഷലിപ്തമായിട്ട് ഉള്ള സാധനങ്ങളാണ് ഇന്ന് നമുക്ക് അനവധി സ്ഥലങ്ങളിലും കിട്ടണം എന്നുള്ളത് വലിയ സങ്കടകരമായിട്ടുള്ളൊരു. അത് ക്ഷേത്രത്തെ വളരെ, ദേവതയെ വളരെ മോശമായിട്ട്, കാരണം ദേവതയുടെ ശരീരത്തെ ബാധിക്കും, ഭക്തരെയും ബാധിക്കും, ഓട്ടോമാറ്റിക്കലി ബാധിക്കും. എന്താണ് ഒരു പരിഹാരം? ഞാൻ ഇതാണ് പറഞ്ഞത്, ഈശ്വരനെ സ്നേഹിക്കാൻ പഠിക്കാതെ ഇത് കിട്ടില്ല. ഈശ്വരൻ ഒരു ATM കാർഡ് ഇട്ടിട്ട് 2 പിന്നും കുത്തിയിട്ട് ആഗ്രഹങ്ങൾ വലിച്ചെടുക്കുക, വിഡ്രോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയിൽ പോകുന്ന എത്ര കാലം തുടരുന്നോ അത്രയും കാലം ഇതൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് സ്നേഹം വന്നാൽ, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിൽ ഒരാളെ പോലെ സ്നേഹം വന്നാൽ ആ ആൾക്കൊരു മോശം സാധനം കൊടുക്കാൻ നമുക്ക് തോന്നില്ല. ഞാൻ അല്ലാണ്ട് വേറൊരു പരിഹാരം കാണുന്നില്ല. ഇത് നിയമം മൂലം സാധിക്കില്ല, ഇത് ബോധവൽക്കരണം ചെയ്തിട്ട് സാധിക്കില്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്നോ സാധിക്കാമായിരുന്നു. ഇപ്പം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം ഭഗവാനെ കയറി തൊഴുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുവട്ടം, ആ ശ്രീകോവിലിന് ചുറ്റൊക്കെ ഇംപെക്കബിൾ ക്ലീൻ, സ്പിക്ക് ആൻഡ് സ്പാൻ ക്ലീൻ ആയിരിക്കും. ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ ചുറ്റി വരുമ്പോൾ ഓരോ സ്ഥലത്ത് കൂടിക്കിടക്കുന്ന കുപ്പ അടിച്ചു വാരാൻ നമ്മൾ ചൂലെടുത്താൽ പറയും, ഇല്ല അവിടെ അവകാശമുള്ള ആൾക്കാരുണ്ട്, അതിന് അവരെ അടിച്ചു വാരാൻ പാടില്ല, അവരോട്ട് അടിച്ചു വാരില്ല. അപ്പോൾ നമ്മുടെ നടുക്കാണ് ഭഗവാൻ. അതെ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവഗൃഹങ്ങളാണ്, വീടാ, ഭഗവാന്റെ വീടാ. അത് ആരാധനയ്ക്കുള്ള സ്ഥലമല്ല. ആ വീടിനൊരു നിയമമുണ്ട്. ഇപ്പം അങ്ങയുടെ വീട്ടിൽ ഞാൻ വന്നിട്ട് അടുക്കള വരെ കയറി വന്നിട്ട് എടുത്തുമെടുത്ത് പറയാണ്, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഇത് വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ വീട്? ഇതുപോലെയാണ് ഇന്ന് ആൾക്കാർ കയറി വന്ന് നമ്മുടെ ആരാധനാലയങ്ങളിൽ കയറിയിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ അത് പാടില്ല ഇത് പാടില്ല. അതാ ഭഗവാന്റെ വീടാ, ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ അഭിരുചിക്കാണ് അവിടെ പ്രാധാന്യം. കാരണം അഭിരുചികളുള്ള ഒരുത്തൻ അഭിരുചികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അവിടെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു കല്ലിൽ കൊണ്ടിരുത്തേണ്ട ആവശ്യമില്ല. ബ്രഹ്മത്തിന് വാസിച്ചാൽ മതി, എല്ലാവർക്കും ബോധത്തെ അറിഞ്ഞാൽ മതി. പക്ഷേ പ്രോബ്ലം വരുന്നത് when we put him in a frame, you have to follow the rules of the frame. Otherwise don't do it. പിന്നെ LKG ഇരിക്കുന്നവൻ ബ്രഹ്മബോധത്തിനെ കളിയാക്കും. PhD പഠിക്കുന്ന ബ്രഹ്മവാദി പറയും എന്തിനാ അമ്പലങ്ങൾ എന്ന് പറയും. അതും പറയാൻ പാടില്ല. ഇരുന്ന് ക്ലാസ്സുകളിൽ ഇരുന്ന് വൃത്തിയായി പഠിച്ച് പോയിട്ടേ അവിടെ പോകാൻ പാടുള്ളൂ. വേദാന്തം പറഞ്ഞ പോലെ ക്ഷേത്രത്തിലൊന്നും ഒരു കാര്യമില്ല. അതുമാതിരി വേറൊന്ന് പറയണം, ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടുന്നു, ഒരിക്കലും കിട്ടില്ല. നല്ല പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ കർത്തൃത്വ ബോധം വന്നു, ഞാൻ ചെയ്യണമെന്ന് വരണം. അവിടെ ഒന്നും അത് വരില്ല. ഇത് മുഴുവൻ ആ ശുദ്ധബോധത്തിലേക്ക് സമർപ്പിച്ച് എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് എംടി ആക്കി വെക്കുമ്പോൾ മാത്രം കിട്ടുന്നൊരവസ്ഥയാണ് മോക്ഷം. അതിന് സഹായിക്കേണ്ട ഇൻസ്ട്രുമെൻറ്റുകളാണ് നാമജപം, സ്തോത്രാദികൾ. അതിന് കിട്ടേണ്ട എൻവയോൺമെൻറ്റുകളാണ് ക്ഷേത്രാദികൾ. ആ തലത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1-2 ചോദ്യങ്ങളും കൂടി. ഞങ്ങൾ കേരളത്തിലെ ഈ തന്ത്ര പാരമ്പര്യത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് കേരളത്തിലെ. പക്ഷേ ഈ തന്ത്ര വിദ്യാഭ്യാസം ഒട്ടും പോപ്പുലർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരിലേക്ക് അത് എത്തുന്നില്ല. ഇപ്പം മാധവജിയൊക്കെ സ്ഥാപിച്ച ആലുവയിലെ തന്ത്ര വിദ്യാപീഠം ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഇതെന്തുകൊണ്ട് നമുക്കൊന്ന് ജനകീയവൽക്കരിക്കാനോ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ എത്താനോ സാധിക്കുന്നില്ല? അതിന്റെ സങ്കീർണതയാണോ കാരണം? അത് മാത്രമല്ല, അതൊരു എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത്. തൊഴിൽ സംരക്ഷണം എന്ന് പറയണതുകൊണ്ട് ആ വിദ്യ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം തന്ത്രവിദ്യാപീഠത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം മാധവജി അനുസ്മരണത്തിന് എന്നെ ഉദ്ഘാടകനായിട്ട് വിളിച്ചപ്പോൾ പോയപ്പോൾ ഞാൻ അവിടെ ഓപ്പൺലി ചോദിച്ചാണ് ഇവിടെ ഇൻ്റർവ്യൂവിലും പറയണത്. ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, ഞാനിവിടെ വന്ന് പഠിക്കാം. ഇപ്പോൾ ഷോഡശ സംസ്കാരം ചെയ്ത ആർക്കും
പഠിക്കാമെന്ന് പാലിയം വിളംബരം പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ ഷോഡശ സംസ്കാരമൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ അവിടെ പഠിച്ച് ഞാൻ പുറത്തിറങ്ങിയ എന്നെ ശബരിമല നറുക്കെടുപ്പിനോ ഗുരുവായൂർ നറുക്കെടുപ്പിനോ അംഗീകരിക്കുമോ? എനിക്ക് ആഗ്രഹമുണ്ട് ഗുരുവായൂരപ്പനെ പൂജിക്കാൻ, മൂക്കറ്റ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കിത് ജന്മനാ കിട്ടിയിരിക്കുന്നു, ഇതിനെ നഷ്ടപ്പെടുത്തരുത്. ഒരു നിമിഷം ഭഗവാനെ ഒന്ന് കാണാൻ പോയിട്ട് അതിലും അത്യാഗ്രഹമായിട്ട് പൂജിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കണം നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ട്. നമുക്കത് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിലയൊന്നും അറിയില്ല. കാരണം നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് അനവധി കാലങ്ങളായി ഉണ്ടായൊരു സാമൂഹിക വ്യവസ്ഥയിൽ നിങ്ങൾക്കിതൊരു ബർത്ത് റൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ഫോണും നോക്കിയിട്ട് നേരം കളയരുത് എന്ന് ഞാൻ പറഞ്ഞു. തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഇരുന്ന ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ കൽപ്പുഴയെ പോലുള്ള മഹാത്മാക്കളാണ്. ആ മഹാത്മാക്കളുടെ പാരമ്പര്യം ഇനിയും തുടർന്ന് പോരണമെങ്കിൽ അവിടേക്ക് ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ വരണം. ഇപ്പോൾ ഒരു ആചാര്യൻ തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ധർമ്മം നിൽക്കണമെങ്കിൽ നല്ല മക്കളും ഉണ്ടാവണം, നല്ല ആചാര്യന്മാരും ഉണ്ടാവണം. നല്ല മക്കളുണ്ടായാലും നല്ല ആചാര്യന്മാരുണ്ടാവുള്ളൂ. ആ ആചാര്യന്മാരുണ്ടാവുക എന്ന് പറയുന്നത് ഉള്ളിന്ന് തോന്നിയിട്ട് വരണം. അച്ഛനും അമ്മയും പോയി തന്ത്രം പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനത് പറയണത്. ഞാൻ അവിടെ നിന്ന് ചെന്നപ്പോൾ, ഞാൻ ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ വന്നു. അപ്പോൾ ഒരു വ്യക്തി എനിക്കൊരു കുട പിടിച്ച് ഞങ്ങളിങ്ങനെ ഊട്ടുവരെ നടക്കുമ്പോൾ ഒരു മോൻ വന്നിട്ട്, 10ാം ക്ലാസ് കഴിഞ്ഞൊരു മോൻ വന്നിട്ട് അവൻ ആ ചെളിയിൽ വന്ന് എന്നെ നമസ്കരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പിടിച്ചു, എൻ്റെ കുട്ടി എന്തിനാ നീ ചെളിയിൽ നമസ്കരിച്ച്, നീ ഇവിടെ പഠിക്കണമെന്ന് വെച്ചു. അല്ല, ഞാൻ ഇന്നിവിടെ അഡ്മിഷൻ വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണ കുട്ടിയാണ്. അമ്മ വന്നിട്ടുണ്ട്, അമ്മ അവരും തൊഴുതു. അവർക്ക് 17 അമ്പലം സ്വന്തമായിട്ട് തന്ത്രമുണ്ട്. ഏട്ടന്മാർ 2 പേർക്കും താല്പര്യമില്ല. അദ്ദേഹം അവരൊക്കെ ജോലിക്കാണ് പോണത്. ഇവൻ എന്നോട് പറയുക, ഞാൻ 8ാം ക്ലാസ് തൊട്ട് അങ്ങയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത് തീരുമാനിച്ച വഴിയാണ് ഇതാണ്. എനിക്കിതിൽ കവിഞ്ഞിട്ടൊരു സന്തോഷം വേറെ വരാനില്ല. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ അപ്പം മനസ്സിൽ ഞാൻ എൻ്റെ കൂടെയുള്ളവർ, ഇവൻ്റെ കയ്യിൽ ആ ദേവൻ സംരക്ഷിതനാണ്. കാരണം ഇപ്പം ഈ തന്ത്രവിദ്യാഭ്യാസ പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ചില സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടിയൊക്കെ വന്നപ്പോൾ ഞാൻ അന്നൊരു റിപ്പോർട്ടിൽ എഴുതി വെച്ചൊരു വരിയുണ്ട്, നല്ല ഗുരുനാഥനുണ്ടെങ്കിൽ നല്ല ശിഷ്യനുണ്ടാവും. ഈ കോണ്ടെക്സ്റ്റിൽ നല്ല ശിഷ്യൻ വെച്ചാൽ നല്ല ശാന്തിക്കാരനാണ്. ആ നല്ല ശാന്തിക്കാരനുണ്ടെങ്കിൽ ആ ദേവൻ ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവും. ദേവന് സൗഖ്യം ഉണ്ടായാൽ ദേശം സൗഖ്യവും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതുകൊണ്ട് കടയ്ക്കൽ വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്നത് അവിടെയാണ് വെള്ളമൊഴിക്കേണ്ടത്. അതും പ്രഷേർഡായിട്ട് വരുന്നവരാവരുത്. ഇപ്പൊ ചില കോഴ്സുകളിൽ, നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ ആ കോഴ്സ് പൂർത്തീകരിക്കണതിൻ്റെ ഉള്ളിൽ 1 വർഷമൊക്കെ ഫെയിലായാൽ കോഴ്സ് വിട്ട് പുറത്തു പോകണം. പുറത്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം ഫെയിലാവുന്ന വിദ്യാർത്ഥികളും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആണല്ലേ? ഇപ്പൊ അങ്ങ് ഒരു ചോദ്യം കൂടി, അങ്ങ് നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ കേരളത്തിലെ ഒരു പ്രത്യേക പാരമ്പര്യത്തിന്റെ ഒരു വിഷയം ഫെർട്ടിലിറ്റി പോലെ മനുഷ്യന്മാര് നേരിടുന്ന വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരമാണല്ലോ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പോൾ പലരും ചെന്നുപെടുന്നത് തികച്ചും ഫ്രോഡായിട്ടുള്ള, തികച്ചും ഇതിനെ ബിസിനസ്സായി നടക്കുന്ന ജ്യോത്സ്യന്മാര്, പൂജ ചെയ്യുന്നവര്, ഇവരിലൊക്കെ ചെന്നുപെട്ട് സമ്പത്തും പോയി സന്തോഷവും പോയി എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അത് കാരണം 90% ഇതിനൊരു ആൾക്കാരുടെ മെറിറ്റ് തിരിച്ചറിയാനുള്ള ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുക്കൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എവിടെയാ പഠിച്ചത്, കാശ് കൊടുത്ത് പഠിച്ചതാണോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, നമ്മൾ ചെന്ന് പെടുകയാണ്. അതിനെന്താണ് ഒരു പരിഹാരമായിട്ട് അങ്ങ് കാണുന്നത്, നിർദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് അച്ചടക്കമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അച്ചടക്കമുള്ളൊരു പുരുഷന് ബീജശുദ്ധി ഉണ്ടാവും, അച്ചടക്കമുള്ളൊരു സ്ത്രീക്ക് അണ്ഡത്തിന് ശക്തി ഉണ്ടാവും. ഈ അച്ചടക്കം എവിടുന്നാ വരേണ്ടത് വെച്ചാൽ അകത്തുനിന്ന് വരേണ്ടതാണ്. ആ അകത്തുനിന്ന് വരുന്നതിന് ചില ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. 6 മാസം മുമ്പുള്ള 1 തുള്ളി രക്തമാണ് ഇന്നത്തെ 1 തുള്ളി ശുക്ലം. അപ്പോൾ അതുകൊണ്ടാണ് പഴയ കാലത്ത് അതിന് ചിട്ടയായിട്ട് വ്രതശുദ്ധിയോടുകൂടി ഇരുന്നിട്ട് സംയോഗം ഉണ്ടാവുക എന്നൊക്കെ പറയണതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ആ കാലം പോയി. 2 ശരീരം കൊണ്ട് ചേരുന്നതിന് നേരവും കാലവും നോക്കാതെ ആയിപ്പോയി. ത്രിസന്ധ്യ നേരത്ത് കശ്യപന്റെ അടുത്ത് പോയിട്ട് പുത്രോത്പാദനം നടത്തണമെന്ന് ദിതി വാശി പിടിച്ചപ്പോൾ ഭാര്യ പറഞ്ഞതുകൊണ്ട് വിരുദ്ധമായി ചെയ്താൽ അത് ഭർത്താവിൻ്റെ ധർമ്മത്തിൽ തെറ്റുമാവും. എന്നാൽ സമയം മഹാമോശമായിട്ട് ശപിച്ചിട്ടാ അദ്ദേഹം. അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിക്കുന്നത്. ഇതൊക്കെ പുരാണത്തിൽ പറയുന്നുണ്ട്. കോറായിട്ട് നമ്മുടെ ഭക്ഷണ രീതി മാറി, നമ്മുടെ എന്താ പറയുക അച്ചടക്കങ്ങൾ മാറി.
നമ്മളെ സംബന്ധിച്ചിടത്തോളം തത്വദീക്ഷകൾ ഇല്ലാതായി, ഔചിത്യം എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു വലിയ ഏരിയയാണ് ഈ തലമുറകളുടെ തുടർച്ചയിൽ. പക്ഷെ ഇതൊന്നുമില്ലാത്ത, ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണല്ലോ മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത്. അവർക്ക് എന്താണ് ഈ പ്രശ്നം? ഞാൻ പറഞ്ഞ അവിടെ പ്രശ്നമില്ലായ്മയല്ല, നമ്മളെക്കാളും കൂടുതൽ വലിയ ഭയാനക പ്രശ്നങ്ങൾ ശരിക്കും അവിടെയുണ്ട്. അവിടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളെ ഉണ്ടായിരുന്നതായിട്ടോ ഉള്ളതായിട്ടോ ഇനി വരാനിരിക്കുന്നതായിട്ടോ അവർക്ക് അറിയില്ല. സോ ഇറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദെയർ ലൈഫ്. അവിടെ സത്യം പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ വളരെ ഹൈറ്റാണ്. അവിടെ പോപ്പുലേഷൻ പൊതുവിൽ കുറവായിട്ടുള്ളതിൻ്റെ ഒരു റീസണും അതാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഈ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ കേരളം ഒരു സർപ്പഭൂമിയാണ്. സർപ്പങ്ങളെ നമ്മളിവിടെ ആരാധിച്ചിരുന്നത് ഫെർട്ടിലിറ്റിയുടെ ദേവതകളായിട്ടാണ്. കാളി ആരാധിച്ചിരുന്നത് ഞാൻ പറഞ്ഞ പോലെ കൃഷിയുടെ സംരക്ഷണം, ഫെർട്ടിലിറ്റിയുടെ സംരക്ഷണം, അതുമാതിരി യുദ്ധജയം. ഇത് മൂന്നാണ് ഈ ഭുവനേശ്വരി പോലുള്ള സങ്കല്പങ്ങളൊക്കെ ഇവിടെ വരാനുള്ള കാരണം. ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉടമ്പടികൾ പൂർവികരുണ്ടാക്കി വെച്ചിരുന്നു. അവിടെയാണ് ഇത് കിടക്കുന്നത്. അവർ ചില ഉടമ്പടികൾ ഇവരുമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം, നിങ്ങൾ ഞങ്ങളെ നോക്കിക്കൊള്ളണം. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ നോക്കിക്കൊള്ളണം എന്നുള്ളത് അവരിപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള ആരോഗ്യം ആ ചൈതന്യങ്ങൾക്ക് ഇല്ലാതായി. അത് അവരുടെ മനസ്താപം, അഥവാ നമ്മൾ പറയില്ലേ, നമ്മൾ ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയെ നമ്മൾ ശപിക്കില്ല, എന്നാലും അവൻ എനിക്കത് ചെയ്തു തരണില്ലല്ലോ എന്നുള്ളൊരു ആദി ഉണ്ടാവുമ്പോൾ അത് തട്ടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ ഒരാളെ ശപിച്ചാൽ, മനുഷ്യർ തമ്മിൽ ശപിക്കുമ്പോൾ അത് എവിടെയോ പോയി തട്ടുണ്ടെങ്കിൽ ശുദ്ധ ചൈതന്യമായിട്ട് ശരീരബന്ധം ഇല്ലാണ്ട് നിൽക്കുന്ന ചൈതന്യങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തട്ടും. അത് തട്ടുക തലമുറകളെ തന്നെയാണ് തട്ടുക. അത് ആദ്യം തട്ടുക വംശത്തിന്റെ പ്രജനനത്തിലെ തട്ടുക. പ്രശ്നങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് പരിഹാരത്തെ കൂടുതൽ. തീർച്ചയായിട്ടും. അപ്പൊ അച്ചടക്കം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് യഥാർത്ഥ തലത്തിലുള്ള സെൽഫ് റെസ്പെക്റ്റും നമ്മുടെ റൂട്ട്സിനോടുള്ള റെസ്പെക്റ്റും ഉണ്ടാവും. ആ റൂട്ട്സിനെ റെസ്പെക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കോണ്ടെക്സ്റ്റ് വിട്ടിട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനിയും ഒരു 5 തലമുറ കഴിയുമ്പോൾ മലയാളി ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരിക്കാം. കാരണം അവൻ്റെ പല തലമുറകൾ അപ്പോൾ പല നാടുകളിൽ ജനിച്ച് ഈ പറയുന്ന വേരുകളുമായിട്ടുള്ളതൊക്കെ പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ ലയിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷന്റെ കാലഘട്ടം. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതുമില്ല പറഞ്ഞ ഒരു തലമുറയുടെ മക്കളാണ് നമ്മൾ. വളരെ വളരെ കൃത്യമാണ് അത്. അവർ ചെയ്തത് എന്താ? കൃഷിയിടങ്ങളൊക്കെ നികത്തി കോളനികൾ ഉണ്ടാക്കി, കൂട്ടുകുടുംബങ്ങൾ തകർന്നു, ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാക്കി. അതിൻ്റെ അടുത്ത ജനറേഷനാണ് നമ്മൾ. ഇനി നമ്മുടെ അടുത്ത ജനറേഷൻ, അതിൻ്റെ അടുത്ത ജനറേഷൻ കഴിഞ്ഞ് ഒരു 3 ജനറേഷൻ കൂടെ കടന്നു കഴിയുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വിസ്മൃതി പോയി, ഇതിൻ്റെ നമ്മുടെ ജനിതകത്തിൽ നിന്നൊക്കെ ഇതൊക്കെ പോയി നമ്മൾ മാറിപ്പോകുന്നു. കാരണം സർപ്പവും പരദേവതയും ഇരിക്കുന്നത് ജനിതകമായിട്ടാണ്. ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ അപ്പൊ ഈ പലരും ഇതിനെ കൊണ്ട് വെട്ടിക്കോട്ടും മണ്ണാർശാലയിലും ഒക്കെ കൊടുക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് എന്താ പറയുക, അതില്ല. ഒരിക്കലും സർപ്പത്തിനെയും പരദേവതയും ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിലായിരിക്കണം. അത് നമ്മുടെ പൂർവികർ, കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ 2 പേരുടെ പ്രോഡക്റ്റാണ്, അവർ 4 പേരുടെ പ്രോഡക്റ്റാണ്. അവരെ ഉണ്ടാക്കാൻ 16 പേരെ പ്രകൃതി ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ ഉണ്ടാക്കാൻ 32. ഇങ്ങനെ എത്ര പേരെ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഒരാളെ ഉണ്ടാക്കിയിരിക്കണം. ഇത് മുഴുവൻ ജനിതകവും നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇതും അകത്തുണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പരദേവതയെ സ്മരിച്ചാൽ മതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സ്മരണയെങ്കിലും ഉണ്ടായാൽ മതി. ഓക്കെ. കാരണം പരദേവത ഇരിക്കുന്ന ശരീരത്തിലാണ്. ഇഷ്ടദേവതയും ഗുരുവായൂരപ്പനും വടക്കുന്നായനൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീഴുക. അതെ അതെ അതെ. പരദേവത നമ്മുടെ ബ്ലഡിലുള്ളതാണ്, അത് പോവില്ല. അത് നമ്മൾ ഇത്രയും വിഷയങ്ങൾ സംസാരിച്ചു. അപ്പോൾ 1-2 ചോദ്യങ്ങൾ കൂടി. ഇപ്പോൾ താങ്കൾ കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചാണ്, ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ ഡിജിറ്റലൈസേഷൻ വർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ചരിത്രം ഒന്നുമല്ല കേരളത്തിൻ്റെ ഒന്നും വരില്ലേ? കാരണം കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നത് പലരും അവരവരുടെ ഭാവനയും അവരവരുടെ രാഷ്ട്രീയ താല്പര്യവും ഒക്കെ അനുസരിച്ച് എഴുതിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രം പിന്നോട്ട് പോകുന്നത് എവിടെ വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്? റിട്ടേൺ ഹിസ്റ്ററി ഇപ്പോൾ നമുക്ക് പ്രീ ഹിസ്റ്ററി വരെയൊക്കെയുള്ള മെറ്റീരിയൽ നമുക്കുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഓരോ രാജവംശങ്ങൾ എഴുതി വെക്കുന്നൊരു സിസ്റ്റം നമുക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്കൊരു മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ കാലഘട്ടം വന്നു തുടങ്ങുമ്പോൾ, ഇപ്പോൾ എന്താ പറയുക, കേസരി ആണെങ്കിലും വിളങ്കുളാണെങ്കിലും അവിടുന്ന് അങ്ങോട്ടാണല്ലോ ശരിക്കും നമ്മൾ എന്ന് പറയുന്ന ഒരു ചരിത്രരചന വരുന്നത്. അതിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എഴുത്തുകൾ വന്നിട്ട് ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വഴിയിലുള്ള ഒരു പാവം കള്ളൻ ഒരു തെറ്റ് ചെയ്ത അവനെ വെട്ടുന്നവനെയും, അല്ലെങ്കിൽ ഒരു സാധാരണ കവർച്ച നടത്തിയ ഒരുത്തനെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്നവനെയും ശിക്ഷിക്കുകയും, എന്നാൽ അതേ സമയത്ത് പുറത്തുനിന്നൊരു ഭീകര ആക്രമണകാരി വരുമ്പോൾ അയാളുടെ കാലിൽ പോയി കിടന്നിട്ട് കാശി വെച്ചിട്ട് എൻ്റെ ഭാര്യ വീട് മാത്രം ആക്രമിക്കരുതെന്ന് പറയുകയും ചെയ്യുന്ന വലിയ പവർഫുൾ ടൈറ്റിലുള്ള രാജാക്കന്മാരുടെ കഥകൾ വരെ ഇവിടെ പാടിപ്പുകഴ്ത്തുന്ന
ഒരു വളരെ കൺട്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് ഹിസ്റ്ററി, വളരെ സ്ക്യൂഡ് വ്യൂ ഓഫ് ഹിസ്റ്ററിയാണ് കേരളത്തിന് പൊതുവായിട്ടുള്ളതായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പല പുസ്തകങ്ങളും ഇപ്പോൾ രാജവംശങ്ങളെ കുറിച്ചാണെങ്കിലും മറ്റും വരുമ്പോൾ ഇത്രയധികം ഈ ഹല്ലബല്ല ഉണ്ടാവണതിൻ്റെ കാരണം അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമുദായികമായിട്ടുള്ള ഒരു ചരിത്രം തന്നെ സ്ക്യൂഡാണ്, പൊളിറ്റിക്കൽ ചരിത്രം സ്ക്യൂഡാണ്, എല്ലാറ്റിലും അങ്ങീ പറഞ്ഞ പോലുള്ള ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഹെവിലി വെച്ചിട്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഹൈന്ദവ ആരാധന പാരമ്പര്യമെന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളെ തമസ്കരിക്കാനും ഒരു ശ്രമം നടക്കും. അത് വളരെ കേരളത്തിൽ ബുദ്ധ ജൈന പാരമ്പര്യം മാത്രമാണ്. തൊട്ട് കഴിഞ്ഞാൽ എല്ലാം ബുദ്ധനും ജൈനും ആണെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ കഴിഞ്ഞ എസ്പെഷ്യലി ഒരു 1950s ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അത് കൊണ്ടു നടക്കുന്ന അനവധി പേരുണ്ട് താനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൈനം കുറച്ചുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബൗദ്ധം ഇവർ പറയുന്ന അത്രയൊന്നും ഇല്ല, പറഞ്ഞാക്കി മാറ്റുക എന്നുള്ള ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പല നാടൻ ദേവതകളെയും ബുദ്ധന്റെ വിഗ്രഹമാണ് എന്ന് പറഞ്ഞു വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങൾ സത്യസന്ധമാണ് താനും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു കാലത്തിന്റെ ഒഴുക്കിൽ വന്നിട്ടുള്ള അനിവാര്യമായ മാറ്റങ്ങളുടെ ഭാഗമാണ്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന മഹാക്ഷേത്രങ്ങളൊക്കെ ഒരു കാലത്ത് ബൗദ്ധമായിരുന്നു എന്നൊക്കെ പറയാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ക്ലീൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം ജൈന വിഹാരമായിരുന്നു. അത് സത്യമാണ്, അത് പൂർണ്ണമായിട്ടും സത്യമാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ആന എഴുന്നള്ളിപ്പ്, നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ പ്യുവർ പാലി, അത് ജൈനമാണ്. ഈ ആനപ്പുറത്ത് ദേവതയെ എഴുന്നള്ളിക്കുന്ന സിസ്റ്റം വളരെ ജൈൻ സിസ്റ്റമാണ്. അത് ശരി. അതിൽ പ്രത്യേകിച്ച് പട്ടം, ആ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ അത് ആലിൻ്റെ ഇല പച്ചീർക്കലി കൊണ്ട് മെടഞ്ഞിട്ടാണ് അതിൻ്റെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആ തിരുവാട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വയ്ക്കുന്ന അതിൻ്റെ വിപുലീകരണമാണ് ഈ കോലമൊക്കെ ഇന്നത്തെ. ഇങ്ങനെ എന്തിലും അതിൻ്റെ പാർട്ടായിട്ട് വരും. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് മാത്രമായിരുന്നു ശരി, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റത്തിനെ നശിപ്പിച്ച് വേറെ സിസ്റ്റത്തിനെ നശിപ്പിക്കാനാണ് അന്നും നോക്കിയിട്ടുള്ളത്, ഇന്നും നോക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കുഴപ്പത്തിന്റെ ഇടയിലാണ് സാധാരണക്കാരൻ കിടക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാരന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതുകൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു സാധാരണക്കാരന് ഇപ്പൊ ഇത്രയും വിപുലമായ വൈവിധ്യമാർന്ന ആരാധനാ സമ്പ്രദായങ്ങള്, രീതികള്, ശാസ്ത്രങ്ങള് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരന് തൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഭൗതികമായ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നാൽ, സംഘർഷങ്ങൾ വന്നാൽ, അവൻ എപ്പോഴും നോക്കുന്നത് ആ സംഘർഷത്തിന് അയവ് വരാൻ അല്ലെങ്കിൽ അത് കടന്നു പോകാൻ എനിക്ക് ഈശ്വരൻ്റെ എന്ത് സഹായം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആ സഹായം ഉറപ്പാക്കാൻ സാധിക്കും. അതിന് എന്തായിരിക്കും താങ്കൾ സജസ്റ്റ് ചെയ്യുന്നത്? ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കുമോ? ഇഷ്ടദേവതകൾ, ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ അയാൾ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ കാലത്ത്? ഞാനതിന് വിവേകാനന്ദ സ്വാമി ചെറുതായിട്ട് കൂട്ടുപിടിക്കും. വിവേകാനന്ദ സ്വാമി 100 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അന്ന് പറഞ്ഞാണ്, പണ്ട് ഈശ്വരവിശ്വാസം ഇല്ലാത്തവനെ ഞാൻ നാസ്തികെന്ന് വിളിക്കും, ഇന്ന് അവനവനിൽ വിശ്വാസം ഇല്ലാത്തവനെ ഞാൻ നാസ്തികെന്ന് വിളിക്കുന്നു. അവനവനിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിലുള്ള വിശ്വാസമല്ല ഈ ആചാര്യന്മാരാരും ഉദ്ദേശിച്ച്. നമ്മളൊക്കെ ഡിവൈൻ ബീയിങ്സ് തന്നെയാണ്. അമൃതസ്യ പുത്ര എന്ന് അർജുനെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചാണ് കൃഷ്ണൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ സയൻസിന്റെ കണ്ണു വെച്ച് പറഞ്ഞുതരാം. സൂര്യൻ എത്രയോ ലക്ഷം വർഷം മുമ്പ് കത്തിജ്വലിച്ചിട്ട് ബ്ലാസ്റ്റായി പൊട്ടിത്തെറിച്ചിട്ട് ഒരു കഷ്ണം തെറിച്ചു പോയി കിടന്ന് കറങ്ങാൻ തുടങ്ങി. അത് തണുത്തു. അതിനെ നമ്മൾ ഭൂമി എന്ന് വിളിക്കുന്നു. ആ ഭൂമി സൂര്യൻ്റെ ഒരു കഷ്ണമാണത്. അത് തണുത്ത് അതിലുണ്ടായ അന്നത്തു നിന്നുണ്ടായതാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ സൂര്യനല്ലേ, സൂര്യൻ്റെ പാർട്ടിക്കിൾസ് അല്ലേ നമ്മൾ. അപ്പം നമ്മൾ എത്രമാത്രം ശുദ്ധവും ഉയർന്നതുമാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏത് തരം വിശ്വാസമാണെങ്കിലും ആദ്യം ഉണ്ടാവേണ്ടത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ എവിടെയും ഗൈഡിനെ അന്വേഷിക്കേണ്ട, അവനവനെ കൊണ്ട് തന്നെ അവനവനെ നടത്തുക. അതാണ് ഗീതയിൽ പറഞ്ഞു, ഉദ്ധരേ ആത്മനാത്മാനം, അവനവൻ്റെ ആത്മാവിനെ കൊണ്ട് അവനവൻ്റെ ആത്മാവിനെ പൊക്ക്. ഗുരു പോലും അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരാളാണ് ഗുരു. അത് ഗുരുവിന് ഏറ്റവും പാരമ്പര്യമുള്ള ശ്രീവിദ്യ പോലും എന്താ പറയുന്നത്, മന്ത്രവും ചക്രവും ത്രിപുരസുന്ദരിയും ഒക്കെ ഗുരുവാണെന്ന്. ആ ഗുരു ആയി മാറലാണ് ശിഷ്യന്റെ പണി. ആദ്യം സാക്ഷാത്കരിക്കേണ്ട സ്വന്തം ഗുരുവിനെയാണ്, പിന്നെയാണ് അയാളുടെ ഗുരു പരമഗുരു, പിന്നെ പരമേഷ്ടി ഗുരു. ഇങ്ങനെയാണല്ലോ ക്രമം പറയുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള സാക്ഷാത്കരിക്കുക, അതാണ് ഏറ്റവും. അത് ചിലർ പറയും, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് വേറെ വിശ്വാസത്തില്ല. ശരീര കേന്ദ്രീകൃതമാണ് ആ വിശ്വാസം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുക. 1 വയസ്സിലുള്ള കുഞ്ഞായിരുന്ന ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഞാനാണെന്ന് പറയണതിൽ പരം വലിയ വിഡ്ഢിത്തരം ഈ ലോകത്തില്ല. അതാണ് ഏറ്റവും വലിയ മായ. ഒരു ജെട്ടി വിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും, ചോറ് കഴിഞ്ഞ് ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ട് ഇത് ഞാനാണ് എന്ന് നമ്മൾ പറയുകയാണ്. ഇതും അന്നത്തെ ഒരു സെല്ല് പോലും ഒന്നില്ല.
ഓൾ ഇറ്റ് റിമെയിൻസ് ഈസ് സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു ജനിതക ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ, ബാക്കിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഈ ജനിതക ഇൻഫർമേഷൻ പ്രത്യുൽപാദനം നടന്നുണ്ടെങ്കിൽ കൈമാറിപ്പോവും, ഇല്ലെങ്കിൽ അതും പോവും. പക്ഷെ ആത്മാവില്ലേ? ആത്മാവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാവിലാണ് വിശ്വസിക്കേണ്ടത്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യൂക്ക് കൊണ്ട് നടക്കുന്നുള്ളതല്ല, ആത്മാവിൻ്റെ അനശ്വര ചൈതന്യത്തിലും അതിൻ്റെ ഫുൾ പവറിലുള്ള വിശ്വാസമാണ് ഒരാൾക്ക് അപ്ലിഫ്റ്റ് ആവാനുള്ള ഏറ്റവും വലിയ കാര്യം. അത് ഉണ്ടാക്കുകയാണ് ആധ്യാത്മികതയുടെ ലക്ഷണം, അതിൻ്റെ ലക്ഷ്യം. അത് ഉണ്ടാക്കാനുള്ള മാർഗം മനസ്സിനെ അടക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ എന്താ പറയുക, ചിന്തകൾക്ക് വലിയൊരു ട്രിഗർ കൊടുക്കുന്ന ഒരു സംഭാഷണമായിരുന്നു. ആത്യന്തികമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. മാർഗം എന്തോ ആയിക്കോട്ടെ, അതിൽ കിടന്നുള്ള അടികളൊക്കെ വേസ്റ്റ്, അടികളൊക്കെ വേസ്റ്റ്. നമ്മൾ വിവിധ സബ്ജക്റ്റുകൾ, വിവിധ ടോപ്പിക്കുകളാണ് സംസാരിച്ച ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം തത്വമയിൽ വരാൻ സാധിച്ചതിൽ വളരെ നന്ദി, വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പ.